കേരളം ആരോഗ്യ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടും പ്രശംസ നേടിയിട്ടുള്ള ഒന്നാണ്. ഉയർന്ന സാക്ഷരത, സാമൂഹിക പരിഷ്കരണങ്ങൾ, പൊതുജനാരോഗ്യ മേഖലയിലെ ശക്തമായ ഇടപെടലുകൾ എന്നിവയെല്ലാം ഈ നേട്ടങ്ങൾക്ക് അടിത്തറ പാകി. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കേരളം ഒന്നാമത് എന്ന വാദത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. മിഥ്യാധാരണകളുടെ വേരുകൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ വിജയഗാഥ പതിറ്റാണ്ടുകളായി നമ്മൾ ആഘോഷിച്ചു പോരുന്നു. ഇതിന് കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം കൈവരിച്ച ചില പ്രധാന നേട്ടങ്ങളാണ്. കുറഞ്ഞ ശിശുമരണ നിരക്ക് അതിലൊന്നാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കേരളത്തിൽ വളരെ കുറവാണ്. ഇത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ്. പിന്നെ ഉയർന്ന ആയുർദൈർഘ്യം. കേരളീയരുടെ ശരാശരി ആയുസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. പിന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ശക്തമായ ശൃംഖല. ഗ്രാമീണ മേഖലകളിൽ പോലും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന വിപുലമായ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ശൃംഖല നമ്മുടെ കേരളത്തിലുണ്ട്. പൊതുജനാരോഗ്യ മേഖലയിലെ ഉയർന്ന ചെലവുകൾ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ രംഗത്ത് സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കുന്നു. ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള നല്ലൊരു ചിത്രം വരച്ചു. എന്നാൽ നാം ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് മുൻകാലങ്ങളിൽ നടന്ന ശക്തമായ സാമൂഹിക മുന്നേറ്റങ്ങളുടെയും വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹത്തിന്റെയും ഫലമായിട്ടാണ്. ഈ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും നിലവിൽ നമ്മൾ സ്വീകരിക്കുന്ന സമീപനങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ് എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു. കേരളം ഒന്നാമത് എന്ന വാദം അപകടകരമാണ്. മുൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രാജീവ് സദാനന്ദൻ അടുത്തിടെ നടത്തിയ പ്രസ്താവന ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വളരെ അടുത്തു നിന്ന് കണ്ടതും അതിന്റെ നയരൂപീകരണങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചതുമായ ഒരു വ്യക്തിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഡെങ്കിപ്പനി പോലെയുള്ള സാധാരണ രോഗങ്ങളെ പോലും ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കാത്തതും നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ പോലും കഴിയാത്തതും നാണക്കേടാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് വെറുമൊരു വാക്കുകളല്ല, ഇതൊരു വ്യവസ്ഥിതിയുടെ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഞാൻ ഈ വാദത്തിന്റെ അപകടം എന്താന്ന് പറയാം. അത് നമ്മളെ സ്വയം തൃപ്തി അടയാനായി പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ ഒന്നാമതാണ്, അതുകൊണ്ട് എല്ലാം മികച്ചതാണ് എന്ന ചിന്താഗതി നിലവിലെ പ്രശ്നങ്ങളെ കാണാതെ പോകാൻ കാരണമാകുന്നുണ്ട്. അതിന്റെ ഫലം ചികിത്സാ ചെലവിന്റെ ഭൂരിഭാഗവും ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്നു എന്നുള്ളതാണ്. രാജീവ് സദാനന്ദൻ ചൂണ്ടിക്കാട്ടിയ ഈ വിമർശനം പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ദുർബലതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മൾ കരുതുന്നത് പോലെ എല്ലാം മികച്ചതാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെറിയൊരു പനി വരുമ്പോൾ പോലും ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു വ്യവസായമേ ഉണ്ടാവില്ലല്ലോ. എന്തിനാണ് ഒരു ചെറിയ രോഗം വരുമ്പോൾ പോലും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരവും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയും നമുക്ക് നോക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള രോഗങ്ങൾ സംസ്ഥാനത്ത് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് രാജീവ് സദാനന്ദന്റെ വിമർശനം കൂടുതൽ പ്രസക്തമാകുന്നു. 2016 ആലപ്പുഴയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ രോഗം പിന്നീട് അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ രോഗത്തെ നേരിടുന്നതിൽ ആരോഗ്യ വകുപ്പിനുണ്ടായ വീഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. കണക്കുകളിലെ വൈരുദ്ധ്യമാണ് ആദ്യത്തേത്. ഈ രോഗം മൂലം ഉണ്ടാകുന്ന മരണസംഖ്യയെ കുറിച്ച് ആരോഗ്യ വകുപ്പും ആശുപത്രി അധികൃതരും നൽകുന്ന കണക്കുകളിലെ വൈരുദ്ധ്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഒരു മാസത്തിനിടെ 6 പേർ മരിച്ചെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുമ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ 2 മരണം മാത്രമാണ് കാണിക്കുന്നത്. അതായത് രോഗബാധിതരുടെ എണ്ണത്തിലും ഇതേ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽ ഈ വർഷം 18 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ 34 പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ പോലും ശേഖരിക്കാതെയും രോഗവ്യാപനം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതെയും ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോവുകയാണെന്ന ഗുരുതരമായ ആരോപണം ഉയരുന്നുണ്ട്. ഇനിയുള്ളത് അലസമായ പ്രതികരണമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള ഒരു മാരക രോഗം പടർന്നു പിടിക്കുമ്പോൾ നിയമസഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി എന്താണെന്നറിയോ? രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നും ഭയപ്പെടേണ്ട എന്നായിരുന്നു. തീർച്ചയായും അത് ശരിയായ ഒരു വസ്തുതയാണ്. എന്നാൽ രോഗത്തെ ഗൗരവമായി
കാണുന്നില്ല എന്ന തോന്നൽ ഈ മറുപടി സൃഷ്ടിക്കുന്നുണ്ട്. ക്ലോറിൻ കലക്കി ഒഴിക്കുക എന്നതിനപ്പുറം രോഗം തടയാൻ വേണ്ടി ആരോഗ്യവകുപ്പ് ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ നിസ്സംഗതയും പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അലസതയുമാണ് വ്യക്തമാക്കുന്നത്. പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പ്രതിസന്ധി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ വ്യാപകമായ ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു എന്നുള്ള വാർത്തകൾ സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ഘടനാപരമായ പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരു കുഞ്ഞിന്റെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊക്കെ മറന്നു വെച്ച സംഭവം, കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഒരു യുവതിക്ക് സംഭവിച്ച പിഴവ് തുടങ്ങിയ നിരവധി സംഭവങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത്തരം ഗുരുതരമായ പിഴവുകൾ ഉണ്ടാകുമ്പോൾ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് മറ്റൊരു കാര്യം. അതായത് ആവശ്യത്തിന് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അഭാവം, പഴയ ഉപകരണങ്ങൾ, ശുചിത്വമില്ലായ്മ, സുരക്ഷയില്ലായ്മ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ആശുപത്രികളെ വേട്ടയാടുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടങ്ങൾക്കൊക്കെ അപ്പുറം ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു. അതിൽ തർക്കമേ ഇല്ല. ഒരു വശത്ത് പുതിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികൾ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ പലപ്പോഴും ദുരിതത്തിലാണ്. ഇത് സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതിസന്ധികളും. പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിലും ആശുപത്രികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഒക്കെ നമ്മുടെ ആരോഗ്യ വകുപ്പ് പരാജയപ്പെടുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ഡെങ്കിപ്പനി, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ രോഗങ്ങളെ നേരിടുന്നതിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു മുൻകരുതലും സമീപനം ഉണ്ടായിട്ടില്ല. രോഗം പടർന്നു പിടിച്ച ശേഷം മാത്രമാണ് ഔദ്യോഗിക പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. ഇത് രോഗപ്രതിരോധത്തിനുള്ള മുൻഗണന ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങൾ നോക്കാം. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല വിവാദങ്ങളും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. കോവിഡ് കാലഘട്ടത്തിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ചകൾ പൊതുജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. വെറുതെയല്ല ഭരണവിരുദ്ധ വികാരം എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത്. കൃത്യമായ കണക്കുകൾ നൽകാത്തതും പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതും ജനങ്ങളെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാനായി പ്രേരിപ്പിക്കുന്നതും ഇത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. അവസാനമായി പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും നമ്മൾ അഭിമാനിക്കാനുള്ള എന്തെങ്കിലും ഒരു വകയുണ്ടെങ്കിൽ. എന്നാൽ നിലവിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ കാണാതെ പോകുന്നത് അപകടകരമാണ്. ആരോഗ്യരംഗത്തെ മിഥ്യാധാരണകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യ കേരളം എന്ന സ്വപ്നം നിലനിർത്താനായി സാധിക്കുള്ളൂ. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ തുറന്നു ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും നമ്മുടെ ഭരണകൂടം തീർച്ചയായും തയ്യാറാകണം. അതല്ലെങ്കിൽ കാലങ്ങളായി നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ പതിയെ ഇല്ലാതെയാകും. നിപ്പ പോലെയുള്ള രോഗങ്ങളെ വിജയകരമായി നേരിട്ടപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കയ്യടി വാങ്ങിയവരിൽ ഒരാളായിരുന്നു രാജീവ് സദാനന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. എന്നാൽ അതേ നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാഞ്ഞത് നാണക്കേടാണെന്ന് ഇന്ന് അദ്ദേഹം വിമർശിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകളിൽ വന്ന മാറ്റമായി മാത്രം കാണാനാവില്ല. മറിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. നമ്മൾ കണ്ടിൽ നിന്ന് അടിച്ചാലും രോഗങ്ങളും ദുരിതങ്ങളും നമ്മുടെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കും. ഭരണകൂടം ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കേരളം ആരോഗ്യരംഗത്തെ അതിന്റെ സ്ഥാനം എന്നേക്കുമായി നഷ്ടപ്പെടുത്തും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നും നിങ്ങൾ അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.